സംസ്ഥാന വന്യജീവി ബോർഡിന്റെ രണ്ടാമത്തെ യോഗത്തിലും ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് അനുമതിയില്ല. ഇതോടെ ദേവസ്വം ബോർഡിന്റെ സ്വപ്ന പദ്ധതിയായ റോപ്പ് വേ നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ്. വനം വകുപ്പിന്റെ പെരിയാർ വെസ്റ്റ് ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് നായർ, റാന്നി DFO എന്നിവർ പദ്ധതി സംബന്ധിച്ച് അനുകൂല റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടില്ലെങ്കിലും നിർമ്മാണത്തിനുള്ള അനുമതി വൈകുകയാണ്. മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിന്റെ യോഗത്തിൽ റോപ്പ് വേ പദ്ധതിക്ക് പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയും ഇല്ലാതായി. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതിക്ക് ശേഷം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ റോപ്പ് വേ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. 2011 ഈ പദ്ധതി ആരംഭിക്കുന്നത്. ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും അതുപോലെ തന്നെ വൃദ്ധരും വികലാംഗരും അതുപോലെയുള്ള അവശത അനുഭവിക്കുന്നവരുമായ 10,000-കണക്കിന് തീർത്ഥാടകർക്ക് ഏറ്റവും ഭംഗിയായി ശബരിമലയിൽ എത്തിച്ചേർന്ന് സുഗമമായി ദർശനം നടത്തുന്നതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ വളരെ പ്രതീക്ഷയോടാണ് അയ്യപ്പ ഭക്തർ ഈ പദ്ധതിയെ കണ്ടിരുന്നത്. നിരന്തരമായ പ്രവർത്തനമൊക്കെ നടന്നിട്ടും റാന്നി DFO റിപ്പോർട്ട് നൽകിയിട്ടും പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകാനുള്ള തീരുമാനമുണ്ടായിട്ടും ഇതിൻ്റെ നടപടികൾ പൂർണ്ണമായില്ല എന്നുള്ളത് അത്യന്തം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള നിർദ്ദിഷ്ട റോപ്പ് വേയുടെ പ്രാഥമിക സ്ഥല പരിശോധന പൂർത്തിയാക്കി സർവേ കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ചരക്കുനീക്കം സുഗമമാക്കാനും ആംബുലൻസ് സർവീസിനും പുറമെ പ്രായമായവർക്കും വികലാംഗർക്കും അടിയന്തര ഘട്ടങ്ങളിൽ റോപ്പ് വേ അനുവദിക്കാനുമായിരുന്നു നീക്കം. പമ്പ ഹിൽ ടോപ്പിൽ നിന്നാരംഭിച്ച് മാളികപ്പുറം പോലീസ് ബാരക്കിന് പിന്നിലെത്തും വിധമാണ് റോപ്പ് വേ നിർമ്മാണം. 2.7 കിലോമീറ്റർ നീളമുള്ള പദ്ധതിക്ക് 150 മുതൽ 180 കോടി രൂപ വരെയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അനുമതി ലഭിച്ചാൽ 2 വർഷം കൊണ്ട് റോപ്പ് വേ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.